എന്നാൽ ഇതേ അനിൽ മുഹമ്മദിൻ്റെ നാട്ടിലേക്ക് നമുക്കൊന്ന് വരാം. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ 4-ൽ നിന്ന് 6 സീറ്റിലേക്ക് വളർന്നിരിക്കുകയാണ് BJP. ദാറുൽ ഹുദ നിൽക്കുന്ന വാർഡ് എന്തുകൊണ്ട് CPM തൂക്കി? ആ CPM അവിടെ ഉയർത്തിയ മുദ്രാവാക്യം തന്നെ വർഗീയ ശക്തികൾക്ക് വോട്ടില്ല എന്നതാണ്. والحق هو الثابت الباقي الذي لا يزول إن الباطل لا بقاء له ولا ثبات. ഈ മലപ്പുറം ജില്ലയിലെ ചില ഭാഗത്തെ തെരഞ്ഞെടുപ്പുകൾക്ക് രാഷ്ട്രീയത്തിനപ്പുറം സംഘടനാപരമായ ചില പ്രാധാന്യങ്ങളുണ്ടായിരുന്നു. രാഷ്ട്രീയം സാധാരണ LDF, UDF അല്ലെങ്കിൽ ലീഗ്, പിന്നെ CPM, കോൺഗ്രസ്, CPM, CPI ഇങ്ങനെയൊക്കെയാണ് മത്സരം നടക്കുന്നത്. എന്നാൽ അതിനുള്ളിൽ തന്നെ ഈ 2015 TP അഷ്റഫ് അലി ഒക്കെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന വേളയിൽ കരുത്ത് തെളിയിച്ചു എന്ന് അവകാശപ്പെടുന്ന സാക്ഷാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പോലും വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധത്തെ, അത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും സ്വാതന്ത്ര്യമാണ്, അതിനകത്ത് സമസ്ത അഭിപ്രായം പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടും ആവർത്തിച്ചാവർത്തിച്ച് ഇതിനകത്ത് നിന്ന് കത്തിച്ചു വിട്ട അമ്പലക്കടവിനെ പോലെ, അതുപോലെ ചില നമ്മുടെ മുക്കം ഫൈസിയെപ്പോലെ ഒക്കെ ഉള്ളവർക്കുള്ള മറുപടി കൂടി ഈ ഓരോ പ്രദേശത്തെയും ജനങ്ങൾ കൊടുത്ത ഒരു ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് സമസ്തയുടെ പ്രഭാഷകന്മാർ മുക്കം ഉമർ ഫൈസിയും അമീദ് ഫൈസിയും സത്താർ പന്തല്ലൂരും ഒക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പ് വേളകളിൽ മാത്രമല്ല, എല്ലാ സമയത്തും. അത് ജാമിയ നൂരിയൻ്റെ സമ്മേളനത്തിൽ ഒരു സെഷനിൽ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പ്രഭാഷണം ഉണ്ടാവും. നന്ദി ദാറുസലാമിൻ്റെ സമ്മേളനത്തിൽ ഒരു സെഷനിൽ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള പ്രഭാഷണം ഉണ്ടാവും. വഹാബിസത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ഉണ്ടാവും. ഇങ്ങനെ സമസ്തയുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അതിലൊക്കെ വഹാബിസത്തെക്കുറിച്ചും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുമൊക്കെ നല്ലോണം പറയുന്നതാണ്. അതാണ് പ്രഭാഷകന്മാരുടെ രീതി എന്ന് പറയുന്നത്. സമസ്തയുടെ നയവും അത് തന്നെയാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ജമാഅത്തെ ഇസ്ലാമിയെ പറയാൻ പാടില്ല എന്നുള്ള ചിലരുടെ ദുർവാശിക്ക് മുമ്പിൽ അല്ലെങ്കിൽ തിട്ടൂരങ്ങൾക്ക് മുമ്പിൽ ഈ ഹമീദ് ഫൈസിയും ഈ ഉമർ ഫൈസിയും ഒന്നും നിന്നു കൊടുത്തില്ല എന്നതാണ് ഈ അനിലിനെ പോലുള്ള അണ്ണന്മാരെ ചൊടിപ്പിച്ചിട്ടുള്ള കാര്യം. അവർ സാധാരണ പറയുന്നത് പോലെ തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിയെയും വെൽഫെയറിനെയും ഒക്കെ പറഞ്ഞു എന്നതാണ് ഇയാളെ ചൊടിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ തെരഞ്ഞെടുപ്പാകുമ്പോൾ മാത്രം ഇത് പറയാൻ പാടില്ല എന്ന നയം സ്വീകരിക്കുന്നവരാണ് രാഷ്ട്രീയ പാർട്ടികൾ. കാരണം അവർക്ക് ഈ വോട്ട് സഖ്യമുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വോട്ട് എങ്ങനെയും പെട്ടിയിലാകുന്നത് വരെ ഇതൊന്നും ആരും പറയാൻ പാടില്ല, മൂല്യന്മാരും ഉണ്ടാൻ പാടില്ല എന്നുള്ള നിലപാടുകാരാണ് ഇത്തരം രാഷ്ട്രീയ ഹിജടകൾ. അപ്പോൾ ഇത്തരം മാലിന്യങ്ങൾക്ക് മുഖം കൊടുക്കാതെ എന്താണോ സമസ്തയുടെ ആദർശം അത് നടക്കുന്ന പരിപാടികളിലൊക്കെ പറയുക എന്നതാണ് ഹമീദ് ഫൈസിയെ പോലുള്ള ആളുകൾ ചെയ്തത് എന്നതാണ് ഇയാളെ ചൊടിപ്പിച്ചിട്ടുള്ള കുറ്റം. ഇനി ഇയാൾ പറയുന്ന ഭാഷയിൽ തെരഞ്ഞെടുപ്പാകുമ്പോൾ പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കുകയും വെൽഫെയറിനെ വിമർശിക്കുകയും ചെയ്തത് ആരാണ്? പാർട്ടിക്കകത്തുള്ള ആളുകൾ തന്നെയാണ്. MK മുനീർ ഏകദേശം 2 ദിവസം മുന്നെയാണ്, അതായത് വോട്ട് ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുന്നെയാണ് വളരെ ശക്തമായ ഭാഷയിൽ ജമാഅത്ത് ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും അവരുടെ നയങ്ങളെയും അവരുടെ തീവ്രവാദ ആശയങ്ങളെയും ചാനലുകൾക്ക് മുമ്പിൽ വന്നിരുന്നു കൊണ്ട് വിമർശിച്ചത്. എന്നാൽ ഈ MK മുനീറിനെ പോലുള്ള ആളുകളെ വിമർശിക്കാൻ ഇയാൾക്ക് നട്ടലുണ്ടോ? ആ സമയത്ത് മാത്രം നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി മുളക്കുന്നത് കാണാം. കാരണം അങ്ങനെ എങ്ങാനും വിമർശിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കാരടുത്ത് നിന്ന് തന്നെ മണ്ടക്കടി കിട്ടുമെന്നതാണ് ഇയാൾക്കുള്ള പ്രശ്നം. അപ്പോൾ അത് മുണ്ടൂല, രാഷ്ട്രീയക്കാർ പറയുന്നതിന് മുണ്ടൂല, മൂല്യന്മാർ പറഞ്ഞാൽ ആണ് ഇയാൾക്ക് പ്രശ്നമുണ്ടാകുന്നത്. ഇനി ബാക്കി പറയട്ടെ. വളരെ പ്രകടമായിട്ടാണ് ഈ ഷജറ വിഭാഗം എന്ന് പറയുന്ന ഒരു കൂട്ടർ ഇതിനകത്ത് ലീഗിനെ തുപ്പിയിടിയിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയത്. എന്നാൽ അവർ തുപ്പിയിട്ടെന്ന് മാത്രമല്ല, നമ്മൾ പാളത്താറ് കീറുന്നത് പോലെ കീറി വെക്കുന്നത് കാണേണ്ടിയും വന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ. അതിലേറ്റവും പ്രധാനമായി ഇവർ ഉന്നം വെച്ച ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ കരുവാരക്കുണ്ട്, അതുപോലെ തന്നെ കാളികാവ് മേഖലയാണ്. ഈ കരുവാരക്കുണ്ടിലെ തന്നെ വേറൊരു പഞ്ചായത്ത് കൂടിയായ കാളികാവ് പഞ്ചായത്തിൽ അമ്പലക്കടവ് എന്ന് പറയുന്ന ഡിവിഷൻ, ആ ഡിവിഷൻ്റെ ആ സ്ഥലപ്പേരാണ് നമ്മുടെ അമ്പലക്കടവ് അമീദ് ഫൈസി എന്ന പേരിൻ്റെ മുൻപേ ചേർത്തിരിക്കുന്ന ആ സ്ഥലപ്പേര്. ആ വാർഡിൽ ഏതാണ്ട് 200-ലധികം വോട്ടുകൾക്ക് അവിടെ നിന്ന് ലീഗ് സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏത് ലീഗ് സ്ഥാനാർത്ഥി? ഹമീദ് ഫൈസി വൈസ് പ്രസിഡൻ്റായ ലീഗിൻ്റെ സ്ഥാനാർത്ഥി. ഹമീദ് ഫൈസി ലീഗിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അവിടുത്തെ ലീഗ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. അതിൽ ഹമീദ് ഫൈസിയെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്?
അദ്ദേഹത്തെ പ്രശംസിക്കുകയല്ലേ വേണ്ടത്. എന്നാൽ ഇതേ അനിൽ മുഹമ്മദിൻ്റെ നാട്ടിലേക്ക് നമുക്കൊന്ന് വരാം. കരുനാഗപ്പള്ളി. ഈ കരുനാഗപ്പള്ളിയിൽ ഇയാൾ നിരന്തരം 24 മണിക്കൂറും ഈ വായിട്ടലക്കിയിട്ടും അവിടെ BJPക്ക് എന്തുണ്ടായി? വളർച്ചയുണ്ടായി. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ 4-ൽ നിന്ന് 6 സീറ്റിലേക്ക് വളർന്നിരിക്കുകയാണ് BJP. നോക്കൂ നിങ്ങൾ, ഇയാൾ എത്ര വായിട്ടലക്കിയിട്ടും അവിടെ BJPക്ക് വളർച്ചയാണ് ഉണ്ടായത്. അപ്പോൾ ഇയാളെ കൊണ്ട് 4 വോട്ട് BJPക്ക് ഏറെ കിട്ടിയെന്നല്ലേ അനുമാനിക്കേണ്ടത്. ഇയാളുടെ സ്വന്തം നാട്ടിൽ ഉണ്ടായ സംഭവമാണിത്. എന്നിട്ട് അവനാൻ്റെ സാധനമൊന്നും മറക്കാതെ ആരാൻ്റെ കുളിമുറിയിലേക്ക് എത്തി നോക്കുന്നത് അനിലെ നിനക്ക് ഭൂഷണമാണോ എന്നാണ് നീ ഒന്ന് ചിന്തിക്കേണ്ടത്. അവനാൻ്റെത് ആദ്യം സംരക്ഷിക്കാൻ നോക്ക്. അവിടെ BJP വളർന്നു കരുനാഗപ്പള്ളിയിൽ. ഇനി നോക്കൂ, ഇയാൾക്ക് ഈ എല്ലും കഷ്ണങ്ങളൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന ആളുകൾ അവരുടെ വാർഡിലേക്കും അവരുടെ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും നമുക്കൊന്ന് വരാം. ഇയാൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന കുറേ പേഡ് ഉദവികളുണ്ട്. അവരുടെ സ്ഥാപനമായ ദാറുൽ-ഹുദ, ആ പേഡ് ഉദവികളുടെ മാത്രം സ്ഥാപനമല്ല, എല്ലാവരുടെയും സ്ഥാപനമാണ്. എന്നാലും സമസ്ത ഇടക്കിടക്ക് കൊട്ടുന്ന ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് അവിടെയാണല്ലോ പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുന്നത്. ആ ദാറുൽ-ഹുദ നിൽക്കുന്ന വാർഡ് ആരാ ജയിച്ചത്? അതേ വാർഡ് തന്നെയാണ് ബഹാവുദ്ദീൻ നദ്വി ഉസ്താദിൻ്റെ വാർഡും. ആരാ ജയിച്ചത്? ലീഗ് പിന്തുണച്ച വെൽഫെയർ സ്ഥാനാർത്ഥി പൊട്ടി, 8 നിലയിൽ പൊട്ടി. അവിടെ CPM ആണ് വിജയിച്ചത്. എന്താ കാരണം? ഈ കണ്ട കേരളം മുഴുവൻ അല്ലെങ്കിൽ ചമ്മാട് പരിസരം മുഴുവൻ UDF തരംഗത്തിൽ മിന്നി മറിഞ്ഞപ്പോഴും ദാറുൽ-ഹുദ നിൽക്കുന്ന വാർഡ് എന്തുകൊണ്ട് CPM തൂക്കി? ആ CPM അവിടെ ഉയർത്തിയ മുദ്രാവാക്യം തന്നെ വർഗീയ ശക്തികൾക്ക് വോട്ടില്ല എന്നതാണ്. കൃത്യമായിട്ട് അവരത് മുതലെടുത്തില്ലേ. ആ വെൽഫെയറിനെ നിർത്തിയത് അവിടെ സുഖമായിട്ട് സിമ്പിളായിട്ട് ലീഗ് ജയിക്കുന്ന സ്ഥലമാണത്. ലീഗുകാരുള്ള സ്ഥലമാണ്. പക്ഷെ ആരും ജമാഅത്ത് ഇസ്ലാമിക്ക് വോട്ട് ചെയ്തില്ല. മനസ്സിലായോ? അവിടെ പൊട്ടിയിട്ടുണ്ട്. ഇയാളെ ഇത് പറയിപ്പിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണിത്. ഇയാൾക്കുള്ളത് നേരത്തെ പറഞ്ഞു. ഇനി നമുക്ക് ഹക്കീം ഫൈസിയുടെ വാർഡിലേക്ക് വരാൻ എന്താ അവസ്ഥ? അയാളുടെ പഞ്ചായത്ത് എന്താ അവസ്ഥ? വെറും 5 വാർഡുകൾ മാത്രമല്ലേ ലീഗിന് കിട്ടിയത്. ഹക്കീം ഫൈസിയുടെ വാർഡടക്കമുള്ള ഒരുപാട് വാർഡുകൾ ജനകീയ മുന്നണിയല്ലേ തൂക്കിയത്. അവിടെ ആരായിരുന്നു സഖ്യം? കോൺഗ്രസും CPM ആയിരുന്നു സഖ്യം. ലീഗിനെ ഒറ്റപ്പെടുത്തി. എന്താ അവിടെ ഹക്കീം ഫൈസിക്കും ഹക്കീം ആർമിക്കും അവിടെ ഇടപെടാൻ സാധിച്ചില്ലേ? അവിടെ വിജയിപ്പിക്കാൻ സാധിച്ചില്ലേ? ഇങ്ങനെ ഓരോരുത്തരുടെയും വാർഡിനെ കുറിച്ചും മറ്റൊക്കെ പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അനിലെ. അതുകൊണ്ട് സൗകര്യപൂർവ്വം എല്ലാവരും ഉറ്റുനോക്കിയത് കരുവാരക്കുണ്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് സൗകര്യപൂർവ്വം ജയിച്ച ഒരു വാർഡിനെ എടുത്തുകൊണ്ട് അതിൽ അമീദ് ഫൈസിൻ്റെ തലമൊക്കെ ഇടാൻ വേണ്ടി നോക്കണ്ട. അവിടെ അമീദ് ഫൈസി ആ വാർഡിലെ മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ അവിടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഹമീദ് ഫൈസിക്കാണ്. അവിടെ ഹമീദ് ഫൈസിയുടെ അനുയായികളോ ലീഗിന് വിരുദ്ധമായ ഒരു ക്യാമ്പയിൻ നയിച്ചിട്ടില്ല. അങ്ങനെ വരുത്തി തീർക്കാനുള്ള നിൻ്റെ ഈ മൂഢശ്രമം നിൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ഞങ്ങളിതാ കുഴിച്ചു മൂടിയിരിക്കുകയാണ്. ഇനി നോക്കി, ഇയാൾ വളരെ വലിയ ഒരു കള്ളത്തരം. ഇയാൾക്ക് നിലവാരം അളക്കണമെങ്കിൽ ഇത് കണ്ടാൽ മതി. അതായത് സൽമാൻ അസരിയുടെ പഴയ ഒരു പ്രസംഗം, എപ്പോൾ അത് തെരഞ്ഞെടുപ്പൊന്നും പ്രഖ്യാപിച്ചിട്ടേ അല്ല, അതിനു മുമ്പ് കല്ലായിക്കെതിരെ നടത്തിയ ഒരു പ്രസംഗം. കല്ലായിക്കെതിരെ നടത്താനും കാരണമുണ്ട്. ആ കല്ലായി സുപ്രഭാതത്തിനെതിരെ പരസ്യമായി പ്രസംഗിച്ച സന്ദർഭത്തിൽ അയാൾക്കെതിരെ നടത്തിയ SMFുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളിൽ നടത്തിയ ഒരു പ്രസംഗം എടുത്തിട്ട് അത് തെരഞ്ഞെടുപ്പിൽ ജബ്ബാർ ഹാജിക്കെതിരെയാണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇയാളൊരു നിലവാരം നോക്കണം. എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച പ്രസംഗമാണ് ഇയാളത് സൽമാൻ അസരി ഈ ജബ്ബാർ ഹാജിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പ്രചരിപ്പിക്കുന്നത്. ഇതിൽ തന്നെ വളരെ ശ്രദ്ധേയമായ മറ്റൊരു മത്സരം, അവിടെ ജബ്ബാർ ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, അരീക്കോട് ഡിവിഷനിൽ മത്സരിക്കുന്ന ജബ്ബാർ ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യന് നേരെ നടത്തിയ ഒരു കടുത്ത പ്രയോഗമാണ്. ആ പ്രയോഗത്തിൽ ജബ്ബാർ ഹാജിയെ വെട്ടി നിരപ്പാക്കുന്നത് പോലെയുള്ള പ്രസംഗങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രക്ഷേപണങ്ങളും എന്ന് വേണ്ട ഒത്തിരി കാര്യങ്ങളാണ് അവിടെ നടത്തിക്കൂട്ടിയത്. ദേ ഒരു സാമ്പിൾ പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കാനായിരുന്നു. ഇരിക്കണം, കരുതലോടെ നീങ്ങണം, അത് പറയാനാണ് നമ്മളോട് ഒരുമിച്ച് കൂടിയത്. അപ്പോ ഓരോ പഞ്ചായത്തിലും നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ജില്ലാ കമ്മിറ്റിയിൽ വന്ന ആളാരാ? സുപ്രഭാതത്തിനെതിരെ
ശത്രുക്കൾ പോലും ഇവിടുത്തെ SSF പോലും സുപ്രഭാതത്തിനെതിരെ രൂക്ഷമായി ഇതുപോലെ ഇത് വിമർശിക്കുന്നത് കല്ലായിക്കെതിരെ നടത്തിയ പ്രസംഗത്തിൻ്റെ ഭാഗമാണ്. ഇത് ജബ്ബാർ ഹാജിക്ക് എതിരെയാണ്, അതും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിൽ നടത്തിയതാണ് എന്ന രീതിയിലാണ് ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇതൊക്കെ ഇയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാൾക്ക് ഇട്ട് കൊടുക്കുന്ന ഈ എല്ലും കഷ്ണങ്ങളൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അവരാണ് സത്യത്തിൽ ഇയാളെ കുഴിയിലിറക്കുന്നത്. തഹിയയുടെ വിഷയത്തിൽ ഇയാളെ കുഴിയിലിറക്കിയത് അവരാണ്. പക്ഷെ ഇയാൾ അതിൽ നിന്നൊന്നും പാഠം പഠിക്കുന്നില്ല കേട്ടോ. ഇത്രയും വിഷയങ്ങളിലൊക്കെ കുഴിയിൽ ചാടിയിട്ടും വീണ്ടും അവരെറിഞ്ഞു കൊടുക്കുന്ന എല്ലും കഷ്ണത്തിൻ്റെ പിന്നാലെ പോവുകയാണ് ഇയാൾ. കാരണം ഇയാൾക്ക് മറ്റ് വിഷയങ്ങളൊന്നും പറയാനില്ലല്ലോ, മറ്റ് വിഷയങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ലല്ലോ. ഇതുവരെ സംസാരിച്ചൊരു ഭാഗത്താക്കി BJPയെ വളർത്തി ഇയാളുടെ സ്വന്തം നാട്ടിൽ 4 സീറ്റിൽ നിന്ന് 6 സീറ്റിലേക്ക് BJP വളർന്നിരിക്കുകയാണ് കരുനാഗപ്പള്ളിയിൽ. എന്നിട്ടാണ് ഇയാൾ മറ്റുള്ളവരുടെ കുളിമുറികളിലേക്ക് എത്തി നോക്കുന്നത്. നോക്ക് നിങ്ങൾ, ഇയാളുടെ ഒരു ദാരുണമായിരിക്കുന്ന അവസ്ഥ. അപ്പോൾ എന്തെങ്കിലും സമസ്തയെ വിമർശിക്കാൻ എന്തെങ്കിലും ഒന്ന് കിട്ടുക എന്നുള്ളത് ഇയാളുടെ ആവശ്യമാണ്. പക്ഷേ അതൊക്കെ അയാളുടെ മണ്ടക്ക് തന്നെ കിട്ടുന്ന അടിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ വീഡിയോ കഴിയുമ്പോഴും അതിൻ്റെ യാഥാർത്ഥ്യം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഈ വീഡിയോ ചെയ്തതുപോലെ ഓരോന്നും അയാളുടെ മണ്ടക്ക് തന്നെയാണ് കിട്ടുന്നത്. ജബ്ബാർ ഹാജിക്കെതിരെ അയാൾ മത്സരിച്ച സ്ഥലത്ത് നല്ല പ്രതിഷേധവും നല്ല വിരുദ്ധ പ്രചരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് നിഷേധിക്കുന്നില്ല. പക്ഷേ കണ്ടമാനം പണമിറക്കി 5 വർഷത്തോളം ഭരണത്തിലിരുന്ന് കട്ടുമുടിച്ചാലും ഒരിക്കലും വീട്ടാനാവാത്ത കടം ഉണ്ടാക്കി വെച്ച് അത്ര ലക്ഷക്കണക്കിന് രൂപ ഇറക്കി, എന്നിട്ട് പോലും മുന്നേ ജയിച്ച ഈ UDF തരംഗത്തിൽ അല്ലാത്ത സന്ദർഭത്തിൽ ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിൽ പോലും എത്തിപ്പെടാൻ അയാൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് അവിടുത്തെ കമ്മിറ്റികൾ വിലയിരുത്തിയ കാര്യമാണ്. മനസ്സിലായില്ലേ? അയാൾക്ക് മുന്നേ ജയിച്ച ആളുടെ അതേ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയുടെ ആ ഭൂരിപക്ഷത്തിൻ്റെ അടുത്ത് പോലും എത്താൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? സ്വന്തം സ്വഭാവത്തിൻ്റെ കയ്യിലിരിപ്പ്. ഓരോ വാർഡ് എടുത്ത് പരിശോധിച്ചാൽ ആ വാർഡിൽ വന്ന ഭൂരിപക്ഷം എടുത്ത് കണക്കൂട്ടി നോക്കിയാൽ മതി. അതൊന്നും ജബ്ബാർ ഹാജിൻ്റെ ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തിയിട്ടില്ല. UDFൻ്റെ ഭൂരിപക്ഷം അവിടെ എത്തിയിട്ടില്ല. എന്താണ് കാരണം? അതിനൊക്കെ കൃത്യമായ കാരണമുണ്ട്. അത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ഇയാൾ ചെയ്തതുകൊണ്ടാണ് ആട്ടുകാർ തിരിച്ചു കുത്തിയത്. അതിന് ആരെയും വിഭാഗം തിരിച്ചു പറയേണ്ട ആവശ്യമില്ല. അത് ആളുകൾ ഇയാളുടെ സ്വഭാവം കൊണ്ട് തിരിച്ചു കുത്തി. അതേ ആളുകൾ തന്നെ മറ്റു 2 വോട്ടുകൾ എന്നാൽ UDFനാണ് നൽകിയിട്ടുണ്ടാവുക. ഓരോ വാർഡിലും പരിശോധിച്ചാൽ മതി. അതേ ആളുകൾ തന്നെ മറ്റു 2 വോട്ടുകൾ കോണിക്കായിരിക്കും നൽകിയിട്ടുണ്ടാവുക. എന്നാൽ ഇയാൾക്ക് ആ വോട്ട് നൽകാത്തതിൻ്റെ കാരണം എന്താണ്? അത് ലീഗിനോടുള്ള വിദ്വേഷം കൊണ്ടല്ല, അത് പാണക്കാട് തങ്ങളോടുള്ള വിദ്വേഷം കൊണ്ടല്ല, മറിച്ച് ഈ ഒരു വ്യക്തിയോടുള്ള വിദ്വേഷം കൊണ്ട്, അയാൾ ചെയ്ത അനാവശ്യ പ്രവർത്തനത്തിന് എതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ട് ജനങ്ങൾ തിരിച്ചു കുത്തിയിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അത് പഠിക്കുകയാണ് നല്ലത്. അത് പഠിച്ച് തിരുത്തി മുന്നോട്ട് പോകലാണ് ആരോഗ്യകരം എന്ന് അവിടുത്തെ ലീഗുകാർ തന്നെ യോഗം കൂടി വിലയിരുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെ ആ തെരഞ്ഞെടുപ്പിൽ പ്രകടമാണ്. താനും ആ റിസൾട്ടിൽ പ്രകടമാണ്. വളരെ സുന്ദരമായൊരു സീറ്റിൽ കയറിയിരിക്കുക. എതിർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം 10,000ങ്ങൾക്ക് ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സീറ്റിൽ കയറിയിരുന്നിട്ട് ഇങ്ങനെയൊന്നും വീമ്പ് പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത്തരം അനിലുമാരൊക്കെ കൂലി പ്രഭാഷണം നിർത്തി സ്വന്തം നാട്ടിൽ BJPക്ക് വേരുണ്ടാക്കി കൊടുക്കുന്നതിന് പകരം എന്തെങ്കിലും സ്വന്തം നാട്ടിൽ നല്ല പ്രവൃത്തികൾ ചെയ്ത് നല്ലത് പറഞ്ഞ് ജനങ്ങളെ മതേതര ബോധമുള്ള ആളുകളാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് നിന്നെപ്പോലത്തെ ആളുകൾ ചെയ്യേണ്ടത്. അല്ലാതെ ഈ സമുദായത്തിനകത്ത് ചിക്കിച്ചികഞ്ഞ് അവരുടെ വല്ല വേസ്റ്റും കിട്ടുമോ എല്ലും കഷ്ണവും കിട്ടുമോ എന്ന് നോക്കിയിട്ട് പരതി നടക്കുന്ന പണി അനിൽ മുഹമ്മദ് അവസാനിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.